കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ കോഡുകൾക്കെതിരെ വിവിധ തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് കേരളത്തിൽ തുടരുകയാണ്. 24 മണിക്കൂർ ദേശീയ പണിമുടക്കിനോട് കേരളം വളരെ അനുകൂലമായാണ് പ്രതികരിച്ചിരിക്കുന്നത്. CITU, INTUC, AITUC ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകളെല്ലാം ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുന്നു. പൊതുഗതാഗതം പൂർണ്ണമായും നിശ്ചലമായ അവസ്ഥയാണ്. ഓഫീസുകളും കാര്യമായി എവിടെയും പ്രവർത്തിക്കുന്നില്ല. സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് കേരളത്തിൽ നിരത്തിലിറങ്ങിയിരിക്കുന്നത്. കേരളത്തിലെ തൊഴിലാളി പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ ജില്ലാ കേന്ദ്രങ്ങളിലും താലൂക്ക് ആസ്ഥാനങ്ങളിലും തങ്ങളുടെ നേതൃത്വത്തിൽ പ്രകടനങ്ങൾ നടത്തി പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച വാഹനം ഉപേക്ഷിച്ച് കാൽനടയായും ഇരുചക്ര വാഹനത്തിലും ഓഫീസുകളിലേക്ക് എത്തുന്ന കാഴ്ചയും നമുക്ക് തിരുവനന്തപുരത്തടക്കം കാണാൻ കഴിഞ്ഞു. എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ നയത്തിനെതിരെ വൻകിട മുതലാളിമാരുടെ കുത്തക മുതലാളിമാർക്കും ഓശാന പാടുന്ന തരത്തിലാണ് തൊഴിൽ നിയമം നടപ്പിലാക്കിയതെന്ന് പറഞ്ഞുകൊണ്ടാണ് തൊഴിലാളി സംഘടനകൾ ഈ സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. എന്തായാലും സമരം കേരളം ഹൃദയത്തോട് ചേർത്ത് ഏറ്റെടുത്ത കാഴ്ച തന്നെയാണ് കേരളത്തിൽ കാണാൻ കഴിയുന്നത്. വിശദമായി പരിശോധിക്കാം. ഈ പണിമുടക്ക് കൊണ്ട് കേന്ദ്ര സർക്കാർ കണ്ണു തുറക്കുമോ? ജനജീവിതം സ്തംഭിപ്പിച്ചിട്ടായാലും ശരി, കേരളത്തിലെ ജനങ്ങളുടെ പണിമുടക്കിനോടുള്ള ഐക്യദാർഢ്യം ജനാധിപത്യം പൂത്തുലയുന്നതിന്റെ നേർസാക്ഷ്യം തന്നെയല്ലേ? അതായത് കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ കോഡുകൾക്കെതിരെ ട്രേഡ് യൂണിയനുകൾ പ്രഖ്യാപിച്ച 24 മണിക്കൂർ പണിമുടക്ക് കേരളത്തിൽ പൂർണ്ണമായിരിക്കുകയാണ്. അതായത് KSRTC ബസ്സുകളോ സ്വകാര്യ ബസ്സുകളോ ഒന്നും തന്നെ രംഗത്തിറങ്ങുന്നില്ല, അല്ലെങ്കിൽ റോട്ടിൽ ഇറങ്ങിയിട്ടില്ല. വിവിധ ഇടങ്ങളിൽ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ പ്രകടനങ്ങൾ നടക്കുന്നു. എന്തായാലും ഈ പണിമുടക്കിനെ കേരളത്തിലെ ജനങ്ങൾ നെഞ്ചോട് ചേർത്ത് സ്വീകരിച്ചു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. BMS ഒഴികെയുള്ള മുഴുവൻ തൊഴിലാളി സംഘടനകളും ഈ പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട്. കൊച്ചിയിൽ വാട്ടർ മെട്രോയും കൊച്ചി മെട്രോയും പതിവ് പോലെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. അത് മാത്രമല്ല, സ്വകാര്യ വാഹനങ്ങൾ പോലും പലതും റോഡിലിറങ്ങാൻ മടിക്കുന്ന സാഹചര്യം. കടകമ്പോളങ്ങൾ കേരളത്തിലെമ്പാടും അടഞ്ഞുകിടക്കുകയാണ്. അതോടൊപ്പം ഓഫീസുകൾ പ്രവർത്തിക്കുന്നില്ല, വിദ്യാലയങ്ങൾ പ്രവർത്തിക്കുന്നില്ല. കേരളത്തിലെ ജനങ്ങൾ ഈ പണിമുടക്കിനോട് സഹകരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കില്ലേ? പൂർണ്ണമായും കേരളത്തിലെ ജനങ്ങൾ ഈ പണിമുടക്കിനെ ഏറ്റെടുത്തു കഴിഞ്ഞു. KSRTC ബസ് ആകട്ടെ, സ്വകാര്യ ബസ്സുകളാകട്ടെ, കടകൾ, മെഡിക്കൽ സ്റ്റോറുകൾ അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പുകളൊക്കെ മാത്രമാണ് തുറന്നിരിക്കുന്നത്. അല്ലാതെ ഓഫീസുകൾ ഇല്ല. ചേട്ടൻ പറഞ്ഞ പോലെ മെട്രോയും വാട്ടർ മെട്രോയുമാണ് ഉള്ളതെങ്കിലും തീരെ തിരക്കില്ല. പൊതുസ്ഥലത്തേക്കല്ല, ചെറിയ ചെറിയ ചില കടകൾ മാത്രമാണ് തുറന്നിട്ടുള്ളത്. എന്താണ്, കേരളം പൂർണ്ണമായി ഈ പറയുന്ന ദേശീയ പണിമുടക്കിനെ ഏറ്റെടുത്തു കഴിഞ്ഞു. അല്ലെങ്കിൽ കേരളത്തിന്റെ മനസ്സ് ഈ വിഷയത്തിൽ കേരളം ഐക്യകണ്ഠേന ഈ പറയുന്ന എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ്. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത്തരം സമരങ്ങൾ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു സംസ്ഥാനത്തെ സ്തംഭിപ്പിച്ചുകൊണ്ടുണ്ടാകുന്ന സമരങ്ങൾ വേണ്ട എന്നൊരു അഭിപ്രായക്കാരിയാണ് ഞാൻ. അത് മാത്രമല്ല, ഇത്തരം സമരങ്ങളിലൂടെ ഒരു മാറ്റം ഉണ്ടാവുമെന്ന് ചേട്ടൻ തോന്നുന്നുണ്ടോ? തീർച്ചയായും. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊണ്ട കാലത്ത് ഗാന്ധിജി നടത്തിയ നിസ്സഹകരണ സമരങ്ങളുടെ ഭാഗമായി രാജ്യത്താകമാനം പണിമുടക്കുകൾ ഉണ്ടായിട്ടുണ്ട്. ലോകത്തെ ഒന്നാം നിര രാജ്യങ്ങളിൽ, അതായത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിന്റെ വികസിത രാജ്യങ്ങളിൽ, ജപ്പാനെ പോലെ, ചൈനയെ പോലെയുള്ള, ഫ്രാൻസിനെ പോലെയുള്ള രാജ്യങ്ങളെല്ലാം പണിമുടക്കുകൾ നടക്കാറുണ്ട്. ഒരു തൊഴിലാളിയുടെ അവകാശമാണ് പണിമുടക്കുക എന്നത്. അതായത് അതുവരെ ഒരു തൊഴിലാളിക്ക് ലഭ്യമാകുന്ന തൊഴിലിന്മേൽ കടന്നു കയറാൻ, അത് സർക്കാർ ആയാലും ശരി, തൊഴിൽ ഉടമയായാലും ശരി, ആരെങ്കിലും കടന്നു കയറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തൊഴിലിടങ്ങളിൽ തൊഴിൽ ബഹിഷ്കരിച്ച് സമരം ചെയ്യാനുള്ള ജനാധിപത്യ അവകാശമാണ്. ആ ജനാധിപത്യം രാജ്യത്ത് പൂത്തുലയുന്നതിന്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണം. അതായത് ഒരു തൊഴിലാളി തന്റെ മുഖത്ത് നോക്കി മുതലാളി താൻ ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് നിയമാനുസൃതമല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യും, അതെനിക്ക് രാജ്യത്തെ തൊഴിലെടുക്കാനുള്ള അവകാശത്തിന്റെ ഭാഗം എന്നതുപോലെ തന്നെയാണ് രാജ്യത്ത് പ്രതിഷേധം നടത്താനുള്ള അവകാശം എന്ന് പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പണിമുടക്ക് എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. ഗാന്ധിജി രാജ്യത്തിന് കാണിച്ചു കൊടുത്ത ഒരു മാതൃകയാണ് ഈ പണിമുടക്കും ബന്ദും ഹർത്താലും പോലെയുള്ള സമരമാർഗങ്ങൾ. സമാധാനപരമായി ഇത്തരം സമരങ്ങൾ തന്നെയാണ് രാജ്യത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് കൈപിടിച്ചാനയിക്കുന്നതിൽ ഒരു പരിധിവരെ കാരണമായത്. അതായത് ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് AK-47 പോലെയുള്ള തോക്കുകളും ആധുനിക ഉപകരണങ്ങളും ഉപയോഗിച്ച് ബ്രിട്ടീഷുകാർ ഇന്ത്യ രാജ്യത്തെ വിറങ്ങലിച്ച് നിർത്താൻ, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ രാജ്യത്തെ അടക്കി ഭരിക്കാൻ ശ്രമിച്ചപ്പോൾ നിസ്സഹകരണ പ്രസ്ഥാനത്തിലൂടെയും അതോടൊപ്പം തന്നെ സത്യാഗ്രഹത്തിലൂടെയും സഹനത്തിലൂടെയും പണിമുടക്കിലൂടെയുമാണ് ഇന്ത്യ രാജ്യത്തെ ഗാന്ധിജി സ്വാതന്ത്ര്യത്തിന്റെ പൊൻവെളിച്ചത്തിലേക്ക് കൈപിടിച്ചനയിച്ചത്. അന്ന് ആ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ്. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് ആഭിമുഖ്യമുള്ള തൊഴിലാളി പ്രസ്ഥാനമായ
INTUC ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. രാജ്യത്തെ തൊഴിലാളികളുടെ മേൽ കടന്നുകയറാൻ ശ്രമിക്കുന്ന തൊഴിൽ കോഡിനെതിരെയാണ് ഈ സമരം. അതിന്റെ ഭാഗമായിട്ടാണ് ഈ INTUC ഈ സമരത്തിൽ പങ്കെടുക്കുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ് INTUC. CITU സമാനമായി ശക്തിയുള്ള തൊഴിലാളി പ്രസ്ഥാനമാണ്. രാജ്യത്തെ എല്ലാ തൊഴിൽ സ്ഥാപനങ്ങളിലും കൃത്യമായി സ്വാധീനമുള്ള INTUC-യും CITU-യും AITUC-യും അതോ SUCI-യുടെ UTUC-യും അടക്കം ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് പറയുന്നത് തന്നെയാണ് ഈ രാജ്യത്തെ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ. അതായത് ബാങ്കിംഗ് മേഖലയിലെ 3 പ്രബല തൊഴിലാളി സംഘടനകൾ ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ സമരത്തിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നത് BJP അനുകൂല തൊഴിലാളി സംഘടനയായ BMS മാത്രമാണ്. രാജ്യത്തെ തൊഴിലാളികൾ ഒറ്റക്കെട്ടായി, അതായത് BMS ഒഴികെയുള്ള കേന്ദ്ര സർക്കാരിനെ അനുകൂലിക്കുന്ന BMS ഒഴികെയുള്ള മുഴുവൻ തൊഴിലാളി സംഘടനകളും ഈ സമരത്തിൽ അണിനിരക്കുമ്പോൾ അത് ഈ രാജ്യത്തിലെ തൊഴിലാളികൾക്ക് വേണ്ടിയെന്നുള്ള ഉത്തമ ബോധ്യം ഈ സമരം നടത്തുന്നവർക്കുണ്ട്, ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്കുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഈ സമരം കൊണ്ട് BJP സർക്കാർ കണ്ണു തുറക്കുമെന്ന് കരുതാൻ പറ്റുമോ? അതായത് ഒരു പ്രതിഷേധ മാർഗമാണ് ഈ സമരം. അതായത് രാജ്യത്തെ പലതരത്തിലുള്ള പ്രതിഷേധം നമ്മൾ കാണാറുണ്ട്. ആ പ്രതിഷേധം ഒരു ഭരണകൂടത്തിന്റെ കണ്ണു തുറന്നോ ഇല്ലയോ എന്നത് രണ്ടാമത്തെ ചോദ്യം മാത്രമാണ്. ഒരു തൊഴിലാളിക്ക് ഈ സർക്കാരിനെതിരെ, സർക്കാർ നടപ്പിലാക്കിയ തൊഴിൽ കോഡിനെതിരെ ആ തൊഴിലാളിയുടെ പ്രതിഷേധം രേഖപ്പെടുത്താൻ ഒരു ദിവസം ആ സർക്കാരിന് ലഭ്യമാകേണ്ട പണം തടസ്സപ്പെടുത്താൻ അത് തൊഴിലാളിയുടെ സമരത്തിലൂടെ കഴിയും എന്ന് തന്നെയാണ്. AK ആന്റണി കേരളം ഭരിച്ചിരുന്ന സമയത്ത് 2001-2006 കാലഘട്ടത്തിൽ AK ആന്റണി കേരളം ഭരിച്ചിരുന്ന സമയത്ത് 35 ദിവസം കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ സംഘടന കേരളത്തിൽ സമരം നടത്തിയിട്ടുണ്ട്. അന്ന് ആ സർക്കാർ ജീവനക്കാരുടെ സമരത്തിനകത്ത് കോൺഗ്രസ് അനുകൂല സംഘടന ഉണ്ടായിരുന്നു. അന്ന് കോൺഗ്രസ് അനുകൂല ഗവൺമെന്റ് സ്കൂൾ അധ്യാപകരുടെ സംഘടനയായ GST-യും അതോടൊപ്പം തന്നെ KPST-യും ഈ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. NG അസോസിയേഷൻ ഈ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ സമരം ചെയ്യുക എന്നത് ഒരു തൊഴിലാളിയുടെ അവകാശമാണ്. അത് അന്ന് 35 ദിവസത്തെ അധ്യാപകരുടെയും ജീവനക്കാരുടെയും സമരത്തിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ കണ്ണു തുറന്നിട്ടുണ്ട്. അവർ ആവശ്യപ്പെട്ട പല കാര്യങ്ങളിലും പകുതി വരെ അംഗീകരിക്കാൻ സർക്കാർ തയ്യാറായിട്ടുണ്ട്. അത്തരത്തിൽ ഒരു ജീവനക്കാർ അല്ലെങ്കിൽ തൊഴിലാളികൾ സമരം ചെയ്യുന്നത് ഭരിക്കുന്ന പാർട്ടിയുടെ കൊടിയുടെ നിറം നോക്കിയിട്ടാവരുത്. അവിടെ അവരുടെ ഭരണാധികാരിയെ കണ്ണു തുറപ്പിക്കാനുള്ള മാർഗമാണ് സമരം. ഒരു സമരത്തെയും പുച്ഛിച്ചു തള്ളേണ്ട സാഹചര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വാതന്ത്ര്യ സമ്പാദന സമരത്തിനകത്ത് രാജ്യത്തെ കൈപിടിച്ചാനയിക്കാൻ, സ്വാതന്ത്ര്യത്തിന്റെ പൊൻവെളിച്ചത്തിലേക്ക് കൈപിടിച്ചാനയിക്കാൻ ഗാന്ധിജി നടപ്പിലാക്കിയ സമരത്തിന്റെ പണിമുടക്കും അതോടൊപ്പം തന്നെ നിസ്സഹകരണ സമരവും ഗാന്ധിജിയുടെ വിഭാവനം ചെയ്ത സമരമാർഗമാണ്. ആ സമരമാർഗമാണ് ഇന്ന് രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും അലയടിക്കുന്നത്. ഒരുപക്ഷെ ഈ തൊഴിലാളി സംഘടനകൾക്ക് ഇത്രത്തോളം സ്വാധീനമില്ലാത്ത പല സ്ഥലത്തും സമരം നടക്കുന്നില്ലെങ്കിൽ പോലും രാജ്യത്തെ പ്രധാന വ്യവസായശാലകളെ സ്തംഭിപ്പിക്കാൻ ഈ സമരത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കാരണം രാജ്യത്തെ പ്രധാന വ്യവസായശാലകളിലെല്ലാം INTUC ഉണ്ട്, CITU ഉണ്ട്, AITUC ഉണ്ട്. രാജ്യത്തെ 3 പ്രബല തൊഴിലാളി പ്രസ്ഥാനങ്ങളാണ്. ഒരുപക്ഷെ CPM-നും CPI-ക്കും രാജ്യത്തെ രാഷ്ട്രീയ മേഖലയിൽ വലിയ സ്വാധീനമില്ലെങ്കിലും തൊഴിലിടങ്ങളിൽ എല്ലാം ഈ 3 തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്കും കൃത്യമായ സംഘടനാ സംവിധാനവും സ്വാധീനമുണ്ട്. അതുകൊണ്ട് ഭരണകൂടത്തിനെതിരായ തങ്ങളുടെ പ്രതിഷേധം ഒരു തൊഴിലാളി പ്രകടിപ്പിക്കുന്നത് അവൻ പണിമുടക്കിയാണ്, അവൻ തന്റെ തൊഴിലുടമയ്ക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഞങ്ങൾ ഇന്ന് തൊഴിൽ ചെയ്യുന്നില്ല, ഞങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന മുതലാളിമാർക്കെതിരെ വിരൽ ചൂണ്ടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സമരം നടക്കുന്നത്. ആ സമരത്തിന് രാജ്യത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ പ്രബല നേതാവും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി ഇന്ന് ഈ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഈ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും രാജ്യത്തെ നിശ്ചലമാക്കുന്ന തരത്തിൽ തന്നെ സമരം മുന്നോട്ട് പോകണം. രാജ്യത്തിന്റെ തൊഴിലാളികൾ അവർ 8 മണിക്കൂർ തൊഴിൽ ചെയ്യുമ്പോൾ ആ തൊഴിലാളിയുടെ ആനുകൂല്യങ്ങൾ കവർന്നെടുക്കാൻ ഒരു ഭരണകൂടം ശ്രമിക്കുമ്പോൾ ആ ഭരണകൂടത്തിന്റെ മുഖത്ത് നൽകുന്ന ഏറ്റവും വലിയ അടിയാണ് ആ തൊഴിലാളി നടത്തുന്ന പണിമുടക്ക്. ആ പണിമുടക്കിന് കേരളം ശിരസ ഏറ്റെടുത്തു എന്ന് തന്നെയാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്.